എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനും ഗിരീഷാണോടെ ഫിലിപ്പീൻസിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങളൊന്ന് ആഘോഷിച്ചിട്ട് വരട്ടെ കേട്ടോ. ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നല്ല തിരക്കുണ്ട്. എന്തായാലും ഞങ്ങളിങ്ങനെ മാറി നിൽപ്പുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ കയറാൻ വേണ്ടിയുള്ള ക്യൂവിലാണ്. ഇത് ഞങ്ങൾ HK ഫ്ലൈറ്റിനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇതാ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടേക്ക് നടക്കുവാണ്. കണ്ടില്ലേ ഉള്ളിലത്തെ തിരക്ക് കണ്ടോ. അങ്ങനെ ഫിലിപ്പീൻസ് മനിലയിൽ ഞങ്ങൾ ലാൻഡ് ചെയ്തു. ഇതാണ് ഇമിഗ്രേഷനിലോട്ടേക്ക് പോവുകയാണ്. ഇമിഗ്രേഷനിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഫില്ലപ്പ് ചെയ്യാറുണ്ടായിരുന്നു. അത് അവിടുന്ന് ഓഫീസറൊക്കെ സഹായിച്ച് പെട്ടെന്ന് അവിടുന്ന് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ കിട്ടി. അടിപൊളി ഒരു ഓട്ടോറിക്ഷക്കാരനാണ്. എന്തായാലും സൂപ്പർ. അവൻ അറിയാത്തവരില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരുടെയൊക്കെ വർത്തമാനം പറഞ്ഞായിരുന്നു അവൻ പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും സൂപ്പറായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊന്ന് ഫ്രഷാകാൻ വേണ്ടി ഒരു ഹോട്ടലായിരുന്നു ഞങ്ങൾ ചോദിച്ചത് ജസ്റ്റ്. അപ്പോൾ ഈ സോഗോ എന്ന് പറഞ്ഞ ഈ ഹോട്ടൽ ഫിലിപ്പീൻസിൽ എല്ലാ സിറ്റിയിലും ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും മിനിമം 3 മണിക്കൂറാണ്. 3 മണിക്കൂർ, 5 മണിക്കൂർ, 6 മണിക്കൂർ അങ്ങനെയൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഫ്രഷാകാൻ വേണ്ടി ഇത് നല്ലൊരു ഓപ്ഷനാണ്. ചെറിയ പൈസയേ ഉള്ളൂ. അടിപൊളി ഹോട്ടലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിന്നെ ഒരു 2-3 മണിക്കൂർ കിടന്നുറങ്ങി റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഈ ബാന് പോലത്തെ സംഭവം ശരിക്കും പാസഞ്ചറെ കൊണ്ട് പോകുന്നതാണ്. അടിപൊളി വണ്ടിയാണ് കേട്ടോ. അതുപോലത്തെ കുറേ വണ്ടികളുണ്ട് അവിടെ. പിന്നെ ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഷോപ്പിംഗ് മാളിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അന്നേരമാണ് ഈ വണ്ടികളൊക്കെ ഇങ്ങനെ കാണുന്നത്. നമ്മുടെ നാട്ടിലത്തെ പോലത്തെയൊക്കെ തന്നെ ബസ്സുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും ഫിലിപ്പീൻസിൽ വന്നപ്പോഴും കാണുന്നത്. ഇത് കണ്ടില്ലേ, ഉള്ളിൽ നല്ല റഷുള്ള ഇതാണ് കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു അവിടെ. ഇത് മനിലയിലാണ് ഞങ്ങൾ ഇന്ന് കറങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പയ്യെ ഷോപ്പിംഗ് മാളിലോട്ട് നടക്കുകയാണ്. അപ്പം നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ രസമാണ്. എന്തായാലും അടിപൊളി. അപ്പോൾ ഇതെല്ലാം കണ്ട് ഇങ്ങനെ പോകുന്നു. ഇതാണ് ഷോപ്പിംഗ് മാൾ കേട്ടോ. അടിപൊളി ഷോപ്പിംഗ് മാളാണ്. എന്തായാലും ഇനി ഉള്ളിലോട്ട് കയറാം. ഉച്ച സമയമായി. ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കാം. അതിനുള്ള അന്വേഷണത്തിലാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ നടന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കി ഏതായാലും ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് ആ റെസ്റ്റോറൻറ്റ്. ഇനി അങ്ങോട്ടേക്ക് കയറാൻ പോവാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് കഴിക്കാൻ പറ്റിയ വല്ല ഫുഡും ഉണ്ടോ ഇല്ലയോ. ഇനിയിപ്പം എന്തായാലും പിന്നെ ഞങ്ങളിങ്ങനെ പുറത്ത് പോകുമ്പോൾ ഞങ്ങൾ ഇന്ത്യൻ ഫുഡ് കഴിക്കാറില്ല. ഞങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല. നമ്മൾ ഒരേ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ അവിടുത്തെ ഫുഡല്ലേ കഴിക്കേണ്ടത്. അതാണല്ലോ അതിൻ്റെ ഒരു ശരി. പിന്നെ എല്ലാ രാജ്യത്തെയും ഫുഡ് നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതും ഒരു നല്ല കാര്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അതുകൊണ്ട് ഏതായാലും ഇവിടെ ഇരുന്നു. ഗിരീഷേട്ടൻ അങ്ങോട്ട് നല്ല മെനു ഒക്കെ നോക്കി എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സംഭവം വന്നു കേട്ടോ. എന്തായാലും സംഭവം കൊള്ളാം. ബീഫ്, മുട്ട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്യുന്നത്. എന്തായാലും ഫുഡ് കാണാൻ സൂപ്പറാണ്. ഇനി കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. എന്തായാലും മോശം വരാൻ വഴിയില്ല കേട്ടോ. എന്തായാലും ഞങ്ങളുടെ തുടക്കം കൊള്ളാം. ഞങ്ങൾക്ക് കിട്ടിയ ലഞ്ച് അടിപൊളിയായിരുന്നു. സൂപ്പർ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഏതായാലും ആ ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയും കൂടെ ഏതായാലും കാണാം. ഏതായാലും ഇവിടെ വരും വന്നതല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണാതെ പോയി കഴിഞ്ഞാൽ മോശമല്ലേ. അപ്പോൾ ക്രിസ്മസിൻ്റെ ടൈം ആയതുകൊണ്ട് അത്യാവശ്യം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഷോപ്പിംഗ് മാളൊക്കെ ഒരു കളർഫുൾ ഇതിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് രസമായിരുന്നു. എന്തായാലും കാണാൻ ഇഷ്ടം പോലെ നല്ല തിരക്കുമുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ. അപ്പം ഞങ്ങൾ അതിലൂടെയൊക്കെ ഒന്ന് കറങ്ങി. ഞങ്ങളൊന്ന് ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല. വെറുതെ ഒരു ഒന്ന് അതിലൂടെയൊക്കെ റൗണ്ട് അടിച്ച് അതെല്ലാം കണ്ട് ഇനി അടുത്ത സ്ഥലത്തോട്ടേക്ക് ഞങ്ങൾക്ക് പോകണം. ഞങ്ങൾ റൂം എടുത്ത് ബുക്ക് ചെയ്തിരിക്കുന്നത് ഇന്നത്തേക്ക് മക്കാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മക്കാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സോളം ഉണ്ടെന്നാണ് പറഞ്ഞത്. കാരണം ഹോളിഡേയ്സ് ആയതുകൊണ്ട് നല്ല ട്രാഫിക്കും ഉണ്ടാവും. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഈ ഷോപ്പിൽ കൂടെയൊക്കെ ഒന്ന് കറങ്ങി ഏതായാലും അവിടുന്ന് ഇനി പുറത്തോട്ട് ഇറങ്ങിയിട്ട് ടാക്സിയോ വല്ലതും കിട്ടുമോ എന്ന് നോക്കണം. കാരണം ഇവിടുന്ന് ബസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും. അങ്ങനെ ഞങ്ങൾ ചോദിച്ചു. ഒരു ടാക്സിക്കാരനെ കിട്ടി. ടാക്സിക്കാരൊക്കെ ഇവിടുന്ന് എല്ലാവരും നമ്മൾ ആദ്യം ചോദിക്കുന്ന വണ്ടിക്കാരന് ഒരു റേറ്റ് പറയും. രണ്ടാമത് ചോദിക്കുന്ന വേറൊരാൾ വേറെ റേറ്റ് പറയും. അപ്പോൾ നമ്മളെപ്പോഴും 1-2 പേരോട് ചോദിച്ചിട്ട് നമ്മൾ ടാക്സി എടുത്താൽ മതി. അതായിരിക്കും നല്ലത്. ഓരോരുത്തരും പറയുന്നതനുസരിച്ച് റേറ്റ് കുറഞ്ഞായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഏറെക്കുറെ ഇതും തോന്നുന്നതനുസരിച്ച് എടുക്കാം. ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഹോട്ടലിലെത്തി. സിറ്റി ഗാർഡൻ ഹോട്ടലിലാണ് ഞങ്ങൾ മക്കാട്ടിയിൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. ആ ഹോട്ടലിലോട്ട് കയറാൻ പോവാണ്. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ റൂം കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തായാലും റിസപ്ഷനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഫുൾ സെറ്റാണ്.
കാര്യങ്ങൾ കൊള്ളാം. എന്തായാലും നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടൽ ഇതൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ. ഞങ്ങൾ 1 നൈറ്റിനാണ് ഇവിടെ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു 2:30-3 മണിയായി. ചെക്കിന് ശരിക്കും അവർ 2 PM എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. ഞങ്ങൾക്കത് റൂമിൻ്റെ കീ ഒക്കെ കിട്ടി. ഇതാണ് റൂം. ഞങ്ങൾക്ക് 5ാമത്തെ ഫ്ലോറിലായിരുന്നു റൂം. അപ്പോൾ ഏതായാലും റൂമിലോട്ട് പോകാം. റൂം തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതാണ് നമ്മുടെ റൂമിലോട്ട് കയറി. സൂപ്പറാണ് കേട്ടോ. റൂമൊക്കെ സെറ്റൊക്കെ കൊള്ളാം, അടിപൊളി. ഇതാ കണ്ടോ, 2 ബെഡുണ്ട് സെപ്പറേറ്റ്. നല്ല എല്ലാം അടിപൊളിയാണ്. പുറത്തോട്ടുള്ള നല്ല വ്യൂവും കൊള്ളാം. കണ്ടോ, മക്കാട്ടിയും വലിയ ഒരു സിറ്റി തന്നെയാണ്. നല്ല മനില പോലെ തന്നെ ഒരു സിറ്റിയാണ് മക്കാട്ടി. ഇതാണ് ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം. എയർ ഡ്രയറും ഇതൊക്കെ ടൂത്ത് പേസ്റ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഏതായാലും കൊള്ളാം, സംഭവം സൂപ്പറാണ് കേട്ടോ. അങ്ങനെ റൂമൊക്കെ സെറ്റായി, ഒന്ന് കുളിച്ച് ഫ്രഷായി. പിന്നെ ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഒന്ന് കറങ്ങി. വൈകിട്ടത്തെ ഡിന്നറാണ് ഇത്. വൈകിട്ടത്തെ ഡിന്നറും അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റി സൂപ്പർ ഫുഡായിരുന്നു. നൈറ്റ് ലൈഫ് അടിപൊളിയാണ് കേട്ടോ മക്കാട്ടി. ഇഷ്ടം പോലെ ബാറുകളും ഒക്കെ ഉണ്ട്. അതൊരു സ്ട്രീറ്റ് ഫുള്ള് ബാറുകൾ തന്നെയാണ്. അവിടെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇരുന്ന് കുടിക്കാനും കഴിക്കാനും ഒക്കെയുള്ള സെറ്റ് അടിപൊളിയാണ്. അങ്ങനെ നൈറ്റ് ലൈഫൊക്കെ ഞങ്ങൾ ഏതായാലും മക്കാട്ടിയിൽ ഫുള്ള് എൻജോയ് ചെയ്യാൻ തുടങ്ങി. സൂപ്പറായിരുന്നു. നമ്മൾ ബാറിലൊക്കെ കയറി 2 ബിയറൊക്കെ കഴിച്ച് അങ്ങനെ ഇതുണ്ടോ, ഏരിയയൊക്കെ അതാണ് ഫുള്ള്. ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ്. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞു. നേരം വെളുത്തു. രാവിലെ ഏതായാലും ജിമ്മിൽ പോയി ഒന്ന് വർക്കൗട്ട് ചെയ്യാമെന്ന് വെച്ചു. അടിപൊളി സൂപ്പർ ജിമ്മാണ്. എന്തായാലും അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇത് ഏറ്റവും ടോപ്പിലാണ് കേട്ടോ ജിമ്മുള്ളത്. എന്തായാലും ഞാൻ അതെല്ലാം ഏതായാലും ആദ്യം എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കണ്ട. അപ്പോൾ അതെല്ലാം ജിം റൂം മൊത്തം ഒന്ന് കറങ്ങി അതെല്ലാം കണ്ടു. ഇനി പുറത്തോട്ട് എന്താ ഉള്ളത്, നമുക്ക് എന്തൊക്കെയാണ് വ്യൂ കാണാൻ പറ്റുന്നതെന്ന് നോക്കാതെ. മുകളിലായതുകൊണ്ട് പിന്നെ എല്ലാം നല്ല വ്യൂ ആണല്ലോ. ഇത് കണ്ടോ, അടിപൊളി വ്യൂ തന്നെ കേട്ടോ. ഒരുപാട് കുഞ്ഞു വീടുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇത്രയും ഉയരം കൂടിയ നല്ല സൂപ്പർ ഗ്ലാസ് ഇട്ട ബിൽഡിങ് അതുകൊണ്ട്. ക്ലൈമറ്റ് ഇവിടുത്തെ നല്ലൊരു ക്ലൈമറ്റായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ. ചൂടുമില്ല തണുപ്പുമില്ല. അതുകൊണ്ട് അടിപൊളി ക്ലൈമറ്റായിരുന്നു എന്തായാലും. അപ്പം വലിയ കാര്യമായിട്ടുള്ള വർക്കൗട്ടൊന്നും ഞാൻ ചെയ്തില്ല. എന്തായാലും ഞാൻ 1 മണിക്കൂർ എന്തായാലും ചെയ്തു. കുറച്ച് പുള്ളപ്പും അങ്ങനെയുള്ള കുറച്ച് വർക്കൗട്ടുകളൊക്കെ തന്നെയാണ് ചെയ്തത്. എന്തായാലും അതൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ ശരിക്കും ജിമ്മിൽ എൻജോയ് ചെയ്തു എൻ്റെ ഒരു 1 അവർ. അപ്പോൾ ഇന്നലെ കഴിച്ചതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ രാവിലെ അതൊക്കെ എന്താ പറയുക എല്ലാം ബാണാക്കി കളഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും തുടങ്ങാമല്ലോ. എന്ത് വേണേലും കഴിക്കാം, എന്ത് വേണേലും തിന്നാം. അതാണ് അതിൻ്റെ കാര്യങ്ങൾ. അന്നന്ന് കഴിക്കുന്നതിൻ്റെ കാര്യങ്ങൾ നമുക്ക് വേണ്ടാത്തത് രാവിലെ എണീക്കുക, ഇതുപോലെ ചെയ്യുക എല്ലാവരും കേട്ടോ. അതാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ആകുമ്പം നമ്മുടെ ആരോഗ്യത്തിന് വലിയ പ്രശ്നവുമില്ല. നമുക്ക് ഇന്ന് വീണ്ടും നമുക്ക് എന്ത് ഫുഡ് കഴിക്കുമോ, എന്ത് കുടിക്കുമോ, എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ ആ ജിമ്മിൻ്റെ ഞാൻ നേരത്തെ കാണിച്ച ഒരു വ്യൂ ഒരു സൈഡായിരുന്നു. അത് അവിടുന്ന് അടുത്ത സൈഡിലോട്ടുള്ള വ്യൂ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഉണ്ടാവും. അപ്പോൾ മക്കാട്ടി ഒരു സിറ്റിയാണ് ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അങ്ങനെ ജിമ്മിൽ നിന്നുള്ള വ്യൂവും അതൊക്കെ എടുത്ത് ഫോട്ടോ എടുത്ത് എൻ്റെ വർക്കൗട്ടും കഴിഞ്ഞു. ഇനി ഒന്ന് റൂമിൽ പോയി കുളിച്ച് ഫ്രഷായിട്ട് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ചെക്കൗട്ടൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇതാ ജോലിബി എന്ന് പറയുന്ന സംഭവം. ഇത് നമ്മുടെ KFC ഒക്കെ പോലെയുള്ള ഫിലിപ്പീൻസിൻ്റെ മെയിൻ സംഭവമാണ്. അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കി മോശമല്ലേ. വർക്കൗട്ടൊക്കെ കഴിഞ്ഞല്ലേ ഒരു ബക്കറ്റ് ചിക്കനൊക്കെ മേടിച്ച് അങ്ങോട്ട് അടിച്ച് കയറ്റി രാവിലെ തന്നെ.